അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ട് മാറുന്ന സാഹചര്യങ്ങളിൽ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ, കുട്ടികളിലെ ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ നമുക്ക് പേരൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട്, കുട്ടി പോസിറ്റീവ് ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് അറ്റൻഷൻ കൊടുക്കുക. സോ നമ്മളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ആക്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരത്തില്ല. സോ കുട്ടി പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് പോസിറ്റീവ് അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ റിവാർഡ് ചെയ്യേണ്ട സംഗതികളാണെന്നുണ്ടെങ്കിൽ അവിടെ റിവാർഡ് കൊടുക്കുകയും ചെയ്യുക. മറ്റൊന്ന്, ക്ലിയർ റൂൾസും ക്ലിയർ ബൗണ്ടറീസും ഉണ്ടാവണം. സെറ്റ് ക്ലിയർ റൂൾസ് ആൻഡ് ക്ലിയർ ബൗണ്ടറീസ്. ഓക്കെ, അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കാര്യമായാലും കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ, എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, റൂൾസ് ഉണ്ടാവും. അപ്പോൾ അത് കുട്ടി എപ്പോഴും പാലിക്കുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടി മിസ്ബിഹേവ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവും. അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഒരു വട്ടം ഒരു രീതിയിൽ പെരുമാറിയിട്ട് മറ്റൊരു വട്ടം വേറൊരു രീതിയിൽ പെരുമാറാനായിട്ട് പാടില്ല. ഒരു വട്ടം കുട്ടി ഒരു രീതിയിൽ മിസ്ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ പനിഷ് ചെയ്തിട്ട് മറ്റൊരു വട്ടം കുട്ടി അതേ ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ ന്യൂട്രലായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു എന്താ പറയുക ബിഹേവിയർ അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നതും അവിടെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ആ റൂൾസ് ഷുഡ് ബി കൺസിസ്റ്റന്റ്, അതേപോലെ തന്നെ ദ കോൺസിക്വൻസസ് ഷുഡ് ഓൾസോ ബി കൺസിസ്റ്റന്റ്. ഓക്കെ, മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് റിവാർഡ് ചെയ്യരുത്. നെഗറ്റീവ് ബിഹേവിയേഴ്സ് കുട്ടി കാണിക്കുന്ന സമയത്ത് ആ എൻവയോൺമെന്റിൽ നിന്ന് കുട്ടിക്ക് റിവാർഡ് കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം റിവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ അവിടെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ കാം. കുട്ടി വളരെയധികം അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ വളരെയധികം ശബ്ദമുണ്ടാക്കുമ്പോഴോ സാധനങ്ങൾ ഡാമേജ് ചെയ്യുമ്പോഴോ എറിഞ്ഞു പൊട്ടിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മുടി പിടിച്ച് വലിക്കുക, നമ്മളെ കടിക്കുക, നമ്മുടെ മുടി പിടിച്ച് വലിക്കുക, നമ്മളെ തുപ്പോ, ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് നമ്മൾ കാമായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുക. ഒരിക്കലും നമ്മൾ റിയാക്ട് ചെയ്യുകയോ ഓവർ റിയാക്ട് ചെയ്യുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിറ്റുവേഷൻ മോശമാകുകയേ ചെയ്യുള്ളൂ. പകരം എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, കുട്ടി കാമാകുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് നിന്ന് വളരെ എംപത്തറ്റിക്കലി, വളരെ സ്നേഹത്തോടെ എംപത്തറ്റിക്കലി കുട്ടിയോട് സംസാരിക്കുക. കുട്ടി വളരെ കാമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കുട്ടി മറന്നിരിക്കുന്ന സമയത്ത് വളരെ കാമായിട്ട് കുട്ടി മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് നിന്ന് ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. ഒരു റാപ്പൊക്കെ ഡെവലപ്പ് ആക്കിയിട്ട് കുട്ടിയുടെ അടുത്തുനിന്ന്, അതായത് കുട്ടി ജസ്റ്റ് ഒന്ന് കുട്ടി എന്താ ചെയ്യുന്നത് കുട്ടിയുടെ കൂടെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്ത് ഇന്ററാക്ട് ഒക്കെ ചെയ്തിട്ട് വളരെ പതുക്കെ എംപത്തറ്റിക്കലി വളരെ സ്നേഹത്തോടെ കുട്ടിയോട് നേരത്തെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ സംസാരിക്കുക, ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരുന്നു എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്നുള്ളത്, എങ്ങനെയായിരുന്നു വേണ്ടതെന്നുള്ളതും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതേപോലെ തന്നെ ആ കുട്ടി അവിടെ കാണിച്ച ബിഹേവിയർ, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളതും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ പോസിറ്റീവ് ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് പോസിറ്റീവ് അറ്റൻഷൻ കൊടുക്കുക, റിവാർഡ് ചെയ്യേണ്ട സംഗതികൾ റിവാർഡ് ചെയ്യുക. റൂൾസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആൻഡ് ബൗണ്ടറീസും ഉണ്ടാകും. ക്ലിയർ റൂൾസ് ആൻഡ് ക്ലിയർ ബൗണ്ടറീസ്. ഓക്കെ, കോൺസിക്വൻസസ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മളുടെ സ്വഭാവം എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഓരോ തവണ ഓരോ രീതിയിൽ പെരുമാറാനായിട്ട് പാടില്ല. ആൻഡ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് അത് റിവാർഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അത് അവിടെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ആൻഡ് കുട്ടി വളരെ അധികം ടാൻട്രംസും കാര്യങ്ങളും കാണിക്കുന്ന സമയത്ത് നമ്മൾ കാമായിട്ട് ന്യൂട്രലായിട്ട് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യുക. ആൻഡ് പിന്നീട് കുട്ടി കാമായിട്ടിരിക്കുന്ന സമയത്ത് കുട്ടിയോട് സ്നേഹത്തോടെ അതേപോലെ തന്നെ എംപത്തറ്റിക്കലി കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, ആൻഡ് ഓൾവേസ് നിങ്ങളുടെ കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കി വാലിഡേറ്റ് ചെയ്യേണ്ട സംഗതികൾ, അവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്ത് അവർ കേൾക്കപ്പെടുന്നുണ്ട്, അവർ മനസ്സിലാക്കപ്പെടുന്നുണ്ട്, അവർക്ക് കിട്ടേണ്ട ഒരു പ്രോപ്പർ കംഫർട്ടും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, താങ്ക് യു.